ഹലോ. ഹയർ സെക്കൻഡറി +1 അഡ്മിഷൻ 2025 ഏകജാലക അപേക്ഷാ സമർപ്പണമെല്ലാം അവസാനിച്ചിരിക്കുന്നു. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രധാന അലോട്ട്മെൻറ്റുകൾ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഖ്യ അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏകജാലക സംവിധാനത്തിൻ്റെ പുറമെ എയ്ഡഡ് ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിലേക്ക് പ്രധാനമായിട്ടും മറ്റ് 2 രീതികളും കൂടി നമുക്ക് കാണാൻ സാധിക്കും. അഥവാ കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം, അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് കോട്ട പ്രവേശനം. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മാത്രമായി നമുക്ക് കാണുന്ന പ്രധാനപ്പെട്ട 2 രീതികളാണ്. ഒന്ന് കമ്മ്യൂണിറ്റി കോട്ടയും മറ്റൊന്ന് മാനേജ്മെൻറ്റ് കോട്ടയും. ആദ്യം നമുക്ക് കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം നോക്കാം. കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് ചില മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഓൺലൈനായിട്ടാണെങ്കിൽ മറ്റു പല മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ നേരിട്ട് ഓഫ്ലൈൻ രീതിയിലൂടെ തന്നെയാണ്. ഓഫ്ലൈൻ രീതിയിലൂടെയുള്ള അപേക്ഷ സമർപ്പിക്കുന്ന സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ നേരിട്ട് പോയി അവിടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള അപേക്ഷാ ഫോം വാങ്ങി അതിൻ്റെ അപേക്ഷാ ഫോം ഫീ അവിടെ നേരിട്ട് നൽകി അതിൽ ബന്ധപ്പെട്ട ഡോക്യുമെൻസിൻ്റെ കോപ്പികളെല്ലാം ആ ഫോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നേരിട്ട് തന്നെ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽക്ക് നേരിട്ട് സമർപ്പിക്കണം. ഓരോ വിഷയങ്ങളിലും 20% സീറ്റുകളാണ് കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ്, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് ഇതിലൂടെ പ്രവേശനം നേടുന്നത്. എന്നാൽ ആ പ്രത്യേക വിഭാഗം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ മാത്രമാണ് അതിലുണ്ടാകുക എന്ന് മാത്രം. ഏത് മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ്, ഏത് വിഭാഗം മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണോ ആ സ്കൂൾ പ്രവർത്തിക്കുന്നത്, ആ പ്രത്യേക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കമ്മ്യൂണിറ്റി കോട്ടയിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിലായതുകൊണ്ട് മറ്റ് ഒരു രീതിയിലൂടെയും അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഏതായാലും താല്പര്യമുള്ള വിദ്യാർത്ഥികൾ കൃത്യസമയത്ത് തന്നെ ഈ മേഖലയിലൂടെയും അപേക്ഷ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മാനേജ്മെൻറ്റ് കോട്ട പ്രവേശനം. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവേശന രീതിയാണ് മാനേജ്മെൻറ്റ് കോട്ട. ഓരോ മാനേജ്മെൻറ്റിന് കീഴിലും വിദ്യാർത്ഥികൾക്ക് 20% മാനേജ്മെൻറ്റ് കോട്ടയിലൂടെ പ്രവേശനം നൽകാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ 65 കുട്ടികളാണ് ഓരോ ബാച്ചിലും ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ 60 കുട്ടികളാണ് എങ്കിൽ 12 സീറ്റ് മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് വേണ്ടി സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിലേക്കുള്ള പ്രവേശന കാര്യങ്ങളുടെ ക്രൈറ്റീരിയ അഥവാ മാനദണ്ഡം പൂർണ്ണമായും മാനേജർ തന്നെയാണ് തീരുമാനിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മാനേജ്മെൻറ്റ് കോട്ടയാണെങ്കിലും കമ്മ്യൂണിറ്റി കോട്ടയാണെങ്കിലും എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മാത്രമാണ് ഈ 2 പ്രവേശന രീതിയും നിലവിലുള്ളത്. എന്നാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇങ്ങനെയൊരു സംവിധാനം നിലവിലില്ല. ആയതുകൊണ്ട് കമ്മ്യൂണിറ്റി കോട്ടയിലൂടെയും മാനേജ്മെൻറ്റ് കോട്ടയിലൂടെയും പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം അതത് സ്കൂളുകളിൽ നേരിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണമെന്ന് അറിയിക്കുന്നു. ഏകജാലക സംവിധാനത്തിലൂടെ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള മറ്റൊരു രീതിയാണ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം. കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിലൂടെ തന്നെയാണ് നടത്തുന്നത്. എന്നാൽ അതത് പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, പ്രത്യേക സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ആയതുകൊണ്ട് ഏകജാലക സംവിധാനത്തിലൂടെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സോ കോമ്പിനേഷനോ ലഭിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ, പ്രത്യേക സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, അവർക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലൂടെ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളോ സ്കൂളുകളോ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനത്തിനുള്ള അപേക്ഷാ സമർപ്പണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിന് ശേഷം മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള പ്രവേശനവും അതിൻ്റെ അപേക്ഷാ സമർപ്പണവും ആരംഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ കൃത്യസമയത്ത് തന്നെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കണമെന്ന് അറിയിക്കുന്നു.